ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കപ്പിളാണ് ഇമേജ് ഓഫ് ഗോഡ്. അവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ഇമേജ് ഓഫ് ഗോഡ് ആവുന്നത്, ദൈവത്തിന്റെ ഛായ യഥാർത്ഥത്തിലാകുന്നത്. മിക്സർ വിവാഹങ്ങളിൽ അല്ലെ മിക്സ്ഡ് മാരിയേജിലും ഡിസ്പാരിറ്റി ഓഫ് കൾട്ടിലും ഇത് കൂദാശയാവുന്നില്ല. ഇപ്പോഴും അങ്ങനെ വിവാഹം കഴിച്ചവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സഭ അത് പ്രോത്സാഹിപ്പിക്കാത്തത്? വിശ്വാസം ഉപേക്ഷിക്കാൻ പാടില്ല. ക്രൈസ്തവ വിശ്വാസം ജീവിത അവസാനം വരെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് സഭയോട് ഒരു വാഗ്ദാനം നടത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവാഹം ഒരു കൂദാശയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 7 കൂദാശകളുണ്ട്. ആ 7 കൂദാശകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് വിവാഹം എന്നുള്ളത്. കൂദാശ നമ്മൾ കാറ്റഗിസം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കൂദാശ എന്ന് പറയുമ്പോൾ ദൈവിക കൃപ ചൊരിയപ്പെടുന്ന അവസരങ്ങളാണ് കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോഴും അതുപോലെ ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടുന്ന ഒരു സമയമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ യുവതി യുവാക്കളുടെ ഇടയിൽ ഇത് കൂദാശയാണ് എന്നുള്ള പ്രാധാന്യം മറന്നു തുടങ്ങിയിരിക്കുന്നു. വിവാഹം അത് ഒരു ആണും പെണ്ണും തമ്മിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് രജിസ്റ്റർ ഓഫീസിൽ പോയി ചെയ്താൽ പോരെ, എന്തിനാണ് ദേവാലയത്തിൽ? ഇനി ദേവാലയത്തിലാണെങ്കിൽ ഒരു പ്രാർത്ഥന പോരെ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സമ്മതം മാത്രം പോരെ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട്. എന്നാൽ കത്തോലിക്ക സഭ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വിവാഹം ഒരു കൂദാശയാണ്. അത് എപ്പോഴാണ് കൂദാശയാകുന്നത്, അത് എപ്പോഴാണ് കൂദാശയല്ലാത്തത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും അച്ഛാ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതൊരു കൂദാശയാണെന്നും ക്രിസ്തു സ്ഥാപിച്ച കൂദാശയാണെന്നും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലം സുന്ദരമാണ്. ഏതാനും ഫരിസിയര് ക്രിസ്തുവിന്റെ അടുത്തേക്ക്, അവർ നിയമപണ്ഡിതരാണ്, അവര് ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നത് ഇപ്രകാരമാണ്: ഏതെങ്കിലും ഒരു കാരണവശാൽ പുരുഷന് സ്ത്രീയെ ഉപേക്ഷിക്കാൻ പറ്റുമോ, ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന് ക്രിസ്തുനാഥൻ അവർക്ക് കൊടുക്കുന്ന മറുപടി അവർക്കറിയാവുന്ന, അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഏതൊരു യഹൂദനും വിശുദ്ധമെന്ന് കരുതുന്ന തോറയിലേക്ക് അവരെ കൊണ്ടുപോകും. എന്നിട്ട് അതിലെ ആദ്യത്തെ പുസ്തകം തമ്പുരാൻ അവർക്ക് കാണിച്ചു കൊടുക്കും, ഉൽപ്പത്തിയുടെ പുസ്തകം. എന്നിട്ട് പറഞ്ഞു വെക്കും, ദൈവം അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, ആകയാൽ ദൈവം ഒന്നിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ, അവർ ഏക ശരീരമായി തീരുന്നു എന്ന് ക്രിസ്തു തന്നെ അവന്റെ അധരത്തിലൂടെ, അവന്റെ നാവുകളിലൂടെ പറഞ്ഞു വെക്കും. ദൈവം യോജിപ്പിച്ച സ്ത്രീയും പുരുഷനും ഇതൊരു കൂദാശയായി മാറുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കൂദാശയിൽ എന്താണ് സംഭവിക്കുന്നത്? 3 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കേണ്ടത് അനിവാര്യമാണ്. ഒന്ന്, അവർ ഏക ശരീരമായി തീരുന്നു. എ സിംഗിൾ ഫ്ലഷ് എന്നാണ് വിളിക്കുന്നത്. പുരുഷനും സ്ത്രീയും ദൈവതിരുമുമ്പാകെ ഇനി അറിയപ്പെടുന്നത്, കാണപ്പെടുന്നത് ഒരു ശരീരമായിട്ടാണ്. രണ്ടാമതായിട്ട് നമുക്ക് ധ്യാനപൂർവ്വം മനസ്സിലാക്കേണ്ടത്, വിവാഹ വാഗ്ദാനത്തിന്, വിവാഹത്തിനായി ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ 2 വ്യക്തികളാണ്. എന്നാൽ വിവാഹത്തിന് ശേഷം സഭ കാണുന്നത്, ദൈവം അവരെ കാണുന്നത് ഒരു ഗാർഹിക സഭയായിട്ടാണ്. സഭയുടെ മടിത്തട്ടിൽ ഒരു വിവാഹം എന്ന കൂദാശയിലൂടെ ഒരു ഗാർഹിക സഭ ജനിക്കുകയാണ്. ഈ സഭയിലാണ് പിന്നീട് മറ്റു മക്കൾ ജനിക്കുന്നത്, ഈ മക്കൾ വളർന്നു വരുന്നത്. ഒരു ഗാർഹിക സഭ ജനിക്കുന്ന വേളയാണ് തിരുവിവാഹം എന്ന് പറയുന്ന കൂദാശയിലൂടെ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ വിവാഹമെന്ന കൂദാശയിൽ ദൈവം കൃപാവരങ്ങൾ ഒരുക്കുന്ന, ഈ വിവാഹമെന്ന കൂദാശയിൽ വരാൻ സാധ്യതയുള്ള പോരായ്മകളെ അതിനെ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവം ആ വിവാഹ ജീവിതം അവരുടെ അവസാനം വരെ ജീവിക്കാനുള്ള കൃപാവരം നൽകുന്ന സുന്ദരമായ വേളയാണ് ഈ കൂദാശ. ഇത് കേവലം നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത് പോലെ ഒരു ആചാരമല്ല, ഒരു ചടങ്ങല്ല, മറിച്ച് കൃപാവരങ്ങൾ, ദൈവീക കൃപാവരങ്ങൾ ഒഴുക്കപ്പെടുന്ന ഒരു വേളയാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു വിവാഹ വേദിയിൽ ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വിവാഹത്തിന് ഉണ്ടാകുന്ന കുറവുകളെ നികത്തുന്ന ദൈവത്തിന്റെ ഒരു കൃപാവരമുണ്ട്. ഇതുപോലെ തന്നെ ഇന്നും വിവാഹം നടക്കപ്പെടുമ്പോൾ ആ വിവാഹം അതിന്റെ അവസാന ദിവസം വരെ, ഈ ഭൂമിയിൽ നിന്നും മനുഷ്യൻ വിളിക്കപ്പെടുന്ന അവസാന ദിവസം വരെ ജീവിക്കുവാനുള്ള ഒരു കൃപാവരം ദൈവം ഒഴുക്കുന്ന ഒരു വേളയാണ് ഈ വിവാഹമെന്ന കൂദാശ.
അച്ഛൻ പറഞ്ഞ പോലെ ഈ സുവിശേഷത്തിന്റെ ഭാഗം തന്നെ ചിന്തിച്ചു വരുമ്പോൾ പൗലോസ് ലീഹ എഫെസോസ് ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ കല്യാണത്തിന്റെ അന്ന് വായിച്ചു കേൾക്കുന്നതാണ്. അല്പം ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന ഒരു വചനമാണ് എഫെസോസ് ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ. അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയിൽ ഈ കർത്താവ് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ പറയുന്ന വചനമുണ്ട്, മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അതായത് മനുഷ്യൻ ഈസിക്കൽ ടു പുരുഷൻ സ്ത്രീ, പുരുഷനും സ്ത്രീയും ചേർന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുമാണ്, ഒരുമിച്ചാണ് പറയുന്നത്. അപ്പം അതിലൊരു വ്യത്യാസമൊന്നുമില്ല. എന്നാൽ പൗലോസ് ലീഹ ഇങ്ങനെ പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വിധേയത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതല്പം തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. അത് മനസ്സിലാകണമെങ്കിൽ 21-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കണം. പരസ്പരമുള്ള വിധേയത്വമുണ്ട്, പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടുണ്ട്. എന്നാൽ ഒരു സിസ്റ്റം ആകുമ്പോൾ അതിലൊരാൾ നയിക്കാൻ വേണം. അപ്പോൾ അതുപോലെ പൗലോസ് ലീഹ പറയുന്നു, പുരുഷൻ നയിക്കട്ടെ, വിധേയത്വം വേണം. തിരിച്ചു പറയുന്നത് ബഹുമാനം വേണമെന്ന്. അപ്പോൾ കുടുംബത്തിന്റെ കുറവായിട്ട് സ്നേഹത്തിന്റെ കുറവല്ല, മറിച്ച് ബഹുമാനത്തിന്റെ കുറവ്, ബഹുമാനവും വിധേയത്വവും. അതായത് നമുക്കറിയാം, ഈ ഒരു നമ്മുടെ ശരീരം എടുക്കുകയാണെങ്കിൽ തന്നെ തല, ശിരസ് എന്ന് പറയുന്നതോ കൈ എന്ന് പറയുന്നതൊന്നും വ്യത്യാസപ്പെട്ടല്ല. ശരീരത്തിന്റെ എല്ലാം ഒരുപോലെ തന്നെ. അതുപോലെ തന്നെ വിധേയത്വം പറയുമ്പോൾ അതൊരു അടിമത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കോൺസെപ്റ്റിലോ അല്ല നമ്മൾ എടുക്കേണ്ടത്, മറിച്ച് ഒരുവൻ നയിക്കാൻ വേണം തലവനായിട്ട്. അപ്പോൾ പുരുഷനെ നമുക്ക് ആ രീതിയിൽ എടുത്ത് വ്യാഖ്യാനിക്കാം. ഒപ്പം തന്നെ സഭയെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ, ക്രിസ്തു കൊടുത്ത എങ്ങനെയാ സ്നേഹിച്ചത്, എങ്ങനെയാ സ്വന്തം ശരീരം കൊടുത്ത് ബലി അർപ്പിച്ച് അവനെ തന്നെ ഇല്ലാതാക്കിയിട്ട. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ കുടുംബത്തിന് വേണ്ടി ഇല്ലാതാകുന്ന ഒരു സമയമാണ് കുടുംബത്തെ നയിക്കുന്ന കാലഘട്ടം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബലിയർപ്പണമുണ്ട്. ഇപ്പോൾ അഗസ്റ്റിൻ പറയുന്നൊരു കാര്യമുണ്ട്, അത് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടും. അഗസ്റ്റിൻ പറയുന്നത്, എൻ്റെ മണ്ണിലേക്ക് അടിഞ്ഞു ചേരുന്ന നശ്വര ശരീരത്തിനും സ്വർഗത്തിലേക്ക് പോകേണ്ട അനശ്വരമായ ആത്മാവിനും ജന്മം കൊടുത്ത അമ്മയെന്നാണ് വിളിക്കുന്നത്. അമ്മേനെ വിശേഷിപ്പിക്കുന്ന, മോനിക്കെ വിശേഷിപ്പിക്കുന്ന, എൻ്റെ മണ്ണിലേക്ക് അടിയുന്ന നശ്വര ശരീരത്തിനും സ്വർഗത്തിലേക്ക് പോകേണ്ട അനശ്വരമായ ആത്മാവിന് ജന്മം കൊടുത്ത അമ്മയെന്ന്. അപ്പോൾ അതൊരമ്മയ്ക്ക് പറ്റിയ, അമ്മ ചെയ്യേണ്ട ഒരു കർമ്മമായിരുന്നു അഗസ്റ്റിന് വേണ്ടിയിട്ട്. അത് മദർഹുഡാണ്. ഇവിടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നയിക്കാനൊരു ഫാദർഹുഡ് ഉണ്ട്. ആ രണ്ട് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയത്. ചിലർ ചെയ്യേണ്ട കർമ്മമുണ്ട് ഒരു കുടുംബത്തിൽ, നയിക്കാനും ഒപ്പം തന്നെ വളർത്താനും പരിശീലിപ്പിക്കാനൊക്കെ. അപ്പം ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം ഈ ഒരു വചനം വായിക്കുമ്പോൾ. ഈ ശിരസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണമുണ്ട്. ശിരസാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഭർത്താവ് പറയുന്നത് ഭാര്യയും മക്കളും എല്ലാം കേൾക്കണമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് വരാം. ശിരസ് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. നമുക്കറിയാം, ശരീരത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ശിരസാണ്. പക്ഷേ ശിരസ് തീരുമാനമെടുക്കുന്നത് കൈക്കൊരു വേദന വന്നു കഴിയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടിലേക്ക് കൈ പോയി കഴിയുമ്പോൾ, അല്ല തീയിലേക്ക് കൈ പോയി കഴിയുമ്പം ഒന്ന് പൊള്ളും എന്നറിഞ്ഞു കഴിയുമ്പോൾ ശിരസാണ് ഒരു തീരുമാനം എടുക്കുന്നത്, കൈ വലിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവർക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുക്കേണ്ടവരാണ്. അവരുടെ ജീവിതത്തിലെ വേദനകൾ മനസ്സിലാക്കി തീരുമാനം എടുക്കേണ്ടതാണ്. നമ്മൾ പൗലോസ് ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ, ഈശോ സഭയെ സ്നേഹിച്ചതുപോലെ. ഈശോ സഭയെ സ്നേഹിച്ചത് സ്വന്തം രക്തം, അത് അവസാന തുള്ളി രക്തം വരെ കൊടുത്ത് സ്വയം ഇല്ലാതായി സ്നേഹിച്ചു. ഈശോ ഗുരുവെന്നുള്ള മാതൃക നൽകിയത് പാദങ്ങൾ കഴുകിയാണ്. ഇപ്പം ഈശോയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടവനാണ് പുരുഷൻ. അവൻ തീരുമാനം എടുക്കേണ്ടത് ഈശോ സഭയെ എങ്ങനെ സ്നേഹിച്ചു എന്നതുപോലെ തന്നെ ഗാർഹിക സഭയ്ക്ക് വേണ്ടിയിട്ട് അവൻ തീരുമാനങ്ങൾ എടുക്കണം. അവിടെ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല, അഹങ്കാരത്തിന് സ്ഥാനമില്ല, കപടതയ്ക്ക് സ്ഥാനമില്ല. മറിച്ച് എൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ആവശ്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് പുരുഷന് അല്ലെങ്കിൽ കുടുംബനാഥന് സാധിക്കണം. അപ്പോഴാണ് കുടുംബം ഒരു ഗാർഹിക സഭയായിട്ട്, നല്ല ഒരു സഭയായിട്ട് വരുന്നത്. നമുക്കറിയാം, സങ്കീർത്തനം 127 പറയുന്നുണ്ട്, കർത്താവ് പണിയുന്ന ഭവനം. കർത്താവ് പണിയുന്ന ഭവനം, അത് ഈ ഒരു സ്ഥാനമാനങ്ങൾ നൽകി പരസ്പര സ്നേഹത്തിലും പരസ്പരം വിധേയത്വത്തിലും രൂപപ്പെടുമ്പോഴാണ് ക്രിസ്തു ഒരു ഭവനത്തിൻ്റെ നാഥനായിട്ട് മാറുന്നത്. നമുക്ക് ആ ഗാനം ഒന്ന് പാടിയാലോ? കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ
വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. പരസ്പര സ്നേഹവും വിധേയത്വവും ഒക്കെ ഇല്ലാതെ ഏതെങ്കിലും കുടുംബങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിന് സ്ഥാനമില്ല. അപ്പോൾ ആ കൂദാശയുടെ യഥാർത്ഥ അർത്ഥം ആ ഭവനങ്ങളിൽ നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ അത് കൂദാശയാകുന്നത് ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്ന കുടുംബങ്ങൾ രൂപപ്പെടുമ്പോഴാണ്. ഇവിടെ അച്ഛൻ പറഞ്ഞു പരസ്പര വിധേയത്തെക്കുറിച്ചും ഒരുമിച്ച് തീരുമാനമെടുക്കുന്നതിനെ കുറിച്ചും വിധേയത്വമൊക്കെ എന്താന്ന് പറഞ്ഞു. അവിടെ നമ്മള് നേരത്തെ കണ്ട ഒരു കാര്യം തന്നെയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാതെ സ്ത്രീയെയോ പുരുഷനെയോ സൃഷ്ടിച്ചു എന്നല്ല പറയാം. മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പൊ അവിടെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയും ഉണ്ട് പുരുഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, എ കപ്പിൾ ഈസ് ആൻ ഇമേജ് ഓഫ് ഗോഡ്. കപ്പിളാണ് ഇമേജ് ഓഫ് ഗോഡ്. അവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ഇമേജ് ഓഫ് ഗോഡ് ആവുന്നത്, ദൈവത്തിന്റെ ഛായ യഥാർത്ഥത്തിലാകുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ അച്ഛൻ പറഞ്ഞു ഇതൊരു കൂദാശയാണ്. ഈ കൂദാശയിലൂടെ ആ കുടുംബജീവിതം നയിക്കാൻ വേണ്ട എല്ലാ കൃപകളും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ആ കുടുംബജീവിതത്തിൽ വരുമോ അത് തരണം ചെയ്യാനുള്ള എല്ലാ കൃപകളും ആ കൂദാശ പരിക്രമം ചെയ്യുന്ന അന്ന് കിട്ടും. നമുക്കറിയാം, വചനം നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആദം വന്നു, ആദം ഏകനായിരിക്കുന്ന നല്ലല്ല പറഞ്ഞിട്ടൊരു ഹെൽപ്പ് മേറ്റിന് സഹായിക കൊടുക്കുന്നു, അതാണ് ഈ ഹൗവ. അവിടെ നമ്മൾ ചിലവർ അത് കാണുന്നത് എന്താ വെച്ചാൽ പുരുഷന് സ്ത്രീയെ കൊടുത്തിരിക്കുന്നത് ഒരു സഹായമായിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നുണ്ട്, CCCയിൽ കൃത്യമായിട്ട് പറയുന്നു ഒരു ഹെൽപ്പ് മേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. ഈവ് റെപ്രസെന്റ്സ് ഗോഡ്. ഹൗവ ദൈവത്തെയാണ് അവിടെ പ്രതിദാനം ചെയ്തത്. അപ്പോൾ ഈ ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനുള്ള സഹായം വരുന്നത് ദൈവത്തിൽ നിന്നാണെന്നുള്ളതാണ്. ആ സഹായം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നത് എവിടെയാ? കൂദാശയിലാണ്. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചപ്പോൾ വിവാഹം അവിടെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. അവർക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാ കൃപാവരങ്ങളും അവിടെ കൊടുത്തു. പക്ഷെ അവര് പാപം ചെയ്തപ്പം ഈ വരപ്രസാദം നഷ്ടപ്പെട്ടു. പിന്നീട് അവര് പല പാപങ്ങളും ചെയ്ത് അത് പോയി, ഈ വരപ്രസാദം നഷ്ടപ്പെട്ടു. ഈ വരപ്രസാദം എപ്പോഴാണ് അവർക്ക് തിരിച്ചു കിട്ടിയത്? ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോഴാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചപ്പം എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ക്രിസ്തു സഭയെ സ്ഥാപിക്കുന്നു, സഭയെ തൻ്റെ വധുവായി സ്വീകരിക്കുക. അങ്ങനെ ആദിയിൽ ആദവും ഹൗവയും അല്ലെങ്കിൽ ആദി മാതാപിതാക്കള് പാപം വഴി നഷ്ടപ്പെടുത്തിയ വരപ്രസാദം, നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള വരപ്രസാദം നഷ്ടപ്പെടുത്തി. ആ വരപ്രസാദം വീണ്ടെടുക്കപ്പെട്ടത് ഈശോ കുരിശിൽ മരിച്ചപ്പം സഭയെ തൻ്റെ വധുവായി സ്വീകരിച്ചു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമായിട്ടാണ് പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈശോ ഇത് വീണ്ടും ഇതൊരു കൂദാശയാക്കി മാറ്റുന്നു, കൃപ വീണ്ടും തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പം ഒരു സ്ത്രീക്കും പുരുഷനും ജീവിക്കേണ്ട കൃപകൾ യഥാർത്ഥത്തിൽ കുരിശിൽ മരിച്ചപ്പോൾ ഈശോ കൊടുത്തിട്ടുണ്ട്. അത് ആ കൂദാശയിലൂടെ അവർക്ക് കിട്ടുകയാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം, ചിലവർ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധം മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ മിക്സഡ് മാരേജും ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്താണെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അച്ഛനത് പറയാൻ പറ്റുമായിരിക്കുമല്ലോ. നമ്മൾ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ മിശ്ര വിവാഹം എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും സൂചിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു വിവാഹം അതൊരു കൂദാശയായിട്ട് മാറുന്നത് ഒരു കത്തോലിക്കാ വിശ്വാസിയെ തൻ്റെ ജീവിത സഖിയായിട്ട് സ്വീകരിക്കുന്നത് വഴിയാണ്. എന്നാൽ ഒരു കത്തോലിക്കാ വിശ്വാസി മറ്റ് ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു വിവാഹം വാലിഡാണ്, പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് സാക്രമെൻ്റായിട്ട് മാറുന്നില്ല. അതിനെയാണ് നമ്മൾ മിക്സ്ഡ് മാരേജ് എന്ന് നമ്മുടെ സഭയിൽ അല്ല കാനോനികമായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ മറ്റൊന്നുണ്ട് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറയുന്നത്. അത് അന്യ മതത്തിൽ നിന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത മറ്റ് മതങ്ങളിൽ നിന്ന് ജീവിത പങ്കാളിയെ അവർ മാമോദിസ സ്വീകരിച്ച സഭയിൽ അംഗമാകാതെ അവരെ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ, അതായത് മിക്സർ വിവാഹങ്ങളിൽ അല്ലെ മിക്സ്ഡ് മാരേജിലും ഡിസ്പാരിറ്റി ഓഫ് കൾട്ടിലും ഇത് കൂദാശയാവുന്നില്ല, മറിച്ച് അത് ഒരു വാലിഡ് മാരേജ് മാത്രമായിട്ട് മാറുകയാണ്. എന്നാൽ
മിക്സ്ഡ് മാര്യേജ് അത് കൂദാശയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, അതായത് ബാപ്റ്റൈസ്ഡ് നോൺ കാത്തലിക്സ് ആയിട്ടുള്ള ജീവിത പങ്കാളി അതവരുടെ കൂദാശയായിട്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ വീണ്ടും വിവാഹം കഴിക്കണമെന്നില്ല. മറിച്ച് അവരവരുടെ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞാൽ മതി. എന്നാൽ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്, അന്യ മതത്തിലുള്ള ആൾ പള്ളിയിൽ വന്ന് ഒരു ബ്ലെസ്സിങ് സ്വീകരിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിവാഹം വാലിഡാണ്. എന്നാൽ അത് കൂദാശ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ മാമോദീസ സ്വീകരിക്കണം. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ യുവജനങ്ങൾക്കിടയിലൊക്കെ തന്നെ പല രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ സഭ എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ സഭ ഈ കൂദാശയുടെ ആവശ്യകത എന്താണ്, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അച്ഛനിപ്പോൾ ഡിസ്പാരിറ്റി ഓഫ് കൾട്ടും മിക്സഡ് മാരേജിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് സഭ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ സഭ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ആത്മാക്കളെ പ്രതി സഭ, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില അവസരങ്ങളിൽ സഭ കൊടുക്കുന്ന ഒരു ആനുകൂല്യം മാത്രമാണ് ഈ ഡിസ്പാരിറ്റി ഓഫ് കൾട്ടും മിക്സഡ് മാരേജ്. പക്ഷെ സഭ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഇന്ന് യുവതി യുവാക്കളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, ഇത് നടക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അതിലെന്താ കുഴപ്പം? യുവജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇപ്പം അച്ഛൻ പറഞ്ഞോണം, ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നത്, യുവജനങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ പ്രശ്നം എന്താണ്? അതായത് അവരും മനുഷ്യരല്ലേ, അവരും ഒരു കുടുംബമാണല്ലോ, ഞങ്ങളും കുടുംബമാണല്ലോ, ഇപ്പോഴും അങ്ങനെ വിവാഹം കഴിച്ചവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സഭ അത് പ്രോത്സാഹിപ്പിക്കാത്തത്? അതിൻ്റെ ലീഗൽ വശങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒരു ഉദാഹരണം പറയാം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് കല്യാണം കഴിച്ചു. സുഹൃത്ത് കത്തോലിക്കനാണ്, കത്തോലിക്ക വിശ്വാസിയാണ്. പക്ഷെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. അവര് കല്യാണം കഴിച്ചപ്പോൾ അവര് തീരുമാനിച്ചു അവരുടെ വിശ്വാസത്തിൽ തന്നെ അവര് നിൽക്കും, അവരുടെ വിശ്വാസത്തിൽ തന്നെ അവർ. അപ്പൊ അതുകൊണ്ട് അവര് പള്ളിയിൽ വെച്ചൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവര് ഹിന്ദു ആചാരപ്രകാരവും ഒരു വിവാഹം നടന്നില്ല. പിന്നെ ഹോളിൽ പോയി പരസ്പരം സമ്മതം പറഞ്ഞ് ഒരു വിവാഹം നടന്നു. വളരെ ആഘോഷകരമായ വിവാഹം നടന്നു. ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ ഏത് വിശ്വാസത്തിൽ വളർത്തണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. ഇപ്പൊ ആ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുക. ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തണമെന്ന് അപ്പന്റെ കുടുംബം പറയുന്നു, ഹൈന്ദവ വിശ്വാസത്തിൽ വളർത്തണമെന്ന് അമ്മയുടെ കുടുംബം പറയുന്നു. അവസാനം അവർ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തുവാണ്. അവന് പ്രായപൂർത്തിയാവുമ്പോൾ അവൻ തീരുമാനിക്കട്ടെ. യഥാർത്ഥത്തിൽ അവനിപ്പോൾ ഒരു വിശ്വാസത്തിലും അല്ല വളർന്നത്. ദൈവം എന്തെന്നൊരു സങ്കല്പവും അവനില്ല. വളർന്നു വരും. ഇനി ഇവരുടെ അടുത്തൊരു ബുദ്ധിമുട്ട്, ഇവർ ഒരുമിച്ച് ഒരു പരിപാടിക്ക് വരുമ്പം, ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടിലെ ഒരു പരിപാടിക്ക് സ്വാഭാവികമായി ഭാര്യയുടെ കുടുംബത്തെയും വിളിക്കും. അവരവിടെ വെറും കാഴ്ചക്കാരാ. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവർക്കറിയുന്നില്ല. തിരിച്ചു. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, കൂദാശ വിവാഹ ജീവിതം നയിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇല്ല എന്ന് ആരും പറഞ്ഞില്ല. അത് ഏത് കുടുംബജീവിതത്തിലും ഉണ്ടാകും. ആ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ദൈവം കൃപ കൊടുക്കും. പക്ഷേ ഇവിടെ ആ കൃപ അവർക്ക് സ്വീകരിച്ചിട്ടില്ല. കാര്യം കൂദാശപരമായ ഒരു വിവാഹം നടന്നിട്ടില്ല. ഇത് കൂദാശ ആകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, രണ്ട് വിശ്വാസത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബ പ്രാർത്ഥനകളില്ല. ഈ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ എങ്ങനെയാണ് അവർക്ക് നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നത്? കൃപ ലഭിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം ആഴപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഒരേ വിശ്വാസത്തിലുള്ള ആളുകളായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടിയിട്ട് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി തൻ്റെ പരിചാരകനെ അയക്കുന്ന സമയത്ത് പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൽപ്പെട്ട ആളെ തിരഞ്ഞെടുക്കണം. തോബിത്തിൻ്റെ പുസ്തകത്തിലും തോബിയാസിനെ പറഞ്ഞയക്കുന്ന സമയത്ത് തൻ്റെ ജനത്തിൽ നിന്ന് നീ ഒരു ജീവിതസഖിയെ കണ്ടെത്തണമെന്നുള്ളത് പ്രത്യേകമായിട്ട് ഒരു നിർദ്ദേശമായിട്ട് നൽകുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചിട്ട് മറ്റെന്ത് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും അത് നമ്മുടെ കുടുംബങ്ങളിൽ ഇതൊരു നന്മയ്ക്കായിട്ട് വരത്തില്ല. കാരണം ഏകസത്യ ദൈവമായിട്ടുള്ള യേശുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത്. അത് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജീവിത അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നന്മയ്ക്ക് പകരം തിന്മ വരുത്തും. നമുക്ക് പഴയ നിയമ ചരിത്രങ്ങൾ നമുക്കറിയാം. അച്ഛൻ പറഞ്ഞ ശരിയാ. സോളമന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, സോളമൻ ദൈവം പറഞ്ഞത് എല്ലാം അനുസരിച്ച ഒരു വ്യക്തിയാണ്. ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം സോളമൻ അനുസരിച്ചില്ല.
അത് വിവാഹ ജീവിതത്തെക്കുറിച്ചാണ്. സോളമൻ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയ എല്ലാ രാജ്യത്തിലെയും രാജ്ഞിമാരെ സോളമൻ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്കറിയാം പിന്നീട് സോളമന്റെ ചരിത്രം നമുക്ക് എങ്ങനെയാണ്. അവര് സോളമനെ വശീകരിച്ച് അവരുടെ ദൈവത്തെ ആരാധിക്കാനായി സോളമനെ കൊണ്ടുപോകുന്നു. അങ്ങനെ പിന്നീട് നമുക്കറിയാം സോളമന്റെ ആ വലിയ ഒരു രാജ്യം എന്നുള്ളത് രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. പിന്നീടും അവിടെ നിന്ന് വാള് കടന്നു പോകുന്നില്ല. ഏകദേശം 5 രാജാക്കന്മാർ വാളിനിരവയാവുകയാണ്, തലവെട്ടപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ സോളമന്റെ ചരിത്രം എടുക്കുമ്പോൾ എന്താ, ഈ ഒരു കാര്യം മാത്രമേ സോളമൻ അനുസരിക്കാതിരുന്നതേ ഉള്ളൂ. അത് കുടുംബജീവിതത്തെക്കുറിച്ചാ, വിവാഹ ജീവിതത്തെക്കുറിച്ചാ. പിന്നീട് നമുക്ക് കാണാം ആഹാബ് രാജാവ് ജസബേൽ എന്ന ഒരു വിജാതീയ സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നത്. ആ ജസബേൽ എന്ന വിജാതീയ സ്ത്രീയെ കല്യാണം കഴിച്ചു. പിന്നീട് ആഹാബിന്റെ നമ്മൾ മുന്നോട്ട് പോകുമ്പം ആഹാബിന്റെ കുടുംബ ജീവിതവും നശിഞ്ഞു പോകുന്നു, മക്കളുടെ കുടുംബ ജീവിതം നശിഞ്ഞു പോകുന്നു. ഇത് ദൈവത്തിന് വലിയ ദുഃഖത്തിന് കാരണമാവുകയാണ്. ആ ദുഃഖത്തിന് കാരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ജസബേൽ എന്ന സ്ത്രീ പിന്നീടും വചനത്തിൽ വരുന്നുണ്ട്. വെളിപാട് പുസ്തകം 2, 3, 4 ജസബേൽ എന്ന സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയൊന്നും സന്തോഷകരമായ കാര്യമല്ല. അപ്പോൾ ദൈവത്തിന്റെ ദുഃഖം ഈ ബൈബിള് എഴുതി തീരപ്പെടുന്നത് വരെ ആ ദുഃഖം നിലനിന്നു എന്നുള്ളതാണ്, ജസബേൽ എന്ന സ്ത്രീയെ സ്വീകരിച്ചതുകൊണ്ട്. അപ്പം ഇത് തന്നെയാണ് ഒരു മിശ്രവിവാഹത്തിൽ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റു വിശ്വാസത്തിൽപ്പെട്ട ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ പുരുഷനെയോ സ്വീകരിക്കുമ്പം ദൈവത്തിന് അതൊരു ദുഃഖത്തിന് കാരണമായി മാറുകയാണ്. കാര്യം ദൈവത്തിന്റെ ആ വിശ്വാസത്തിൽ നിന്നും അകന്നു പോയി, അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയുമ്പം അത് വലിയ ദൈവത്തിന്റെ ദുഃഖത്തിന് കാരണമാവുകയാണ്. എന്നാൽ ഞാൻ കണ്ട ഒരു വിവാഹമുണ്ട്. ഒരു കത്തോലിക്ക പയ്യൻ അക്രൈസ്തവയായിട്ടുള്ള ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. പക്ഷെ ഈ കുടുംബത്തിന്റെ, കത്തോലിക്ക കുടുംബത്തിന്റെ വിശ്വാസം അത് ആഴപ്പെട്ട വിശ്വാസമായിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ എതിർപ്പാണെങ്കിൽ അവസാനം അത് ഇവൾക്ക് മാമോദീസ നൽകി ഇവളെ സ്വന്തം മകളായിട്ട് ആ കുടുംബം സ്വീകരിച്ചു. ഇവരുടെ കത്തോലിക്ക വിശ്വാസം ഈ പെൺകുട്ടിക്ക് പകർന്നു കൊടുത്തു. ഇന്ന് ആ നാടിന് അത്ഭുതമാണ് ഈ പെൺകുട്ടി. കാരണം പള്ളിയിൽ ഏറ്റവും മുൻപിൽ ചെന്നിട്ട് ഇവള് കുർബാന പുസ്തകമൊക്കെ വെച്ച് കുർബാന വളരെ ഭംഗിയായിട്ട് കൂടുന്നു. ഈ ഭർത്താവിൻ്റെ വിശ്വാസ സത്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് അവൾ പഠിച്ച് അവളുടെ മക്കളെ അല്ലെന്നുണ്ട് അവരുടെ മക്കളെ അവളത് പഠിപ്പിക്കുന്നു. ഈ ഒരു കടമയും കൂടെ ഉണ്ട്. ശരിയാണ്, മനുഷ്യൻ്റെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്നതാണ് അവൻ്റെ വിവാഹ ജീവിതം. ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു ഇന്ന് നമുക്ക് സാധാരണമാണ്, മറ്റു മതവിശ്വാസത്തിൽപ്പെട്ട ആളെ ചിലപ്പം സ്വീകരിച്ചെന്ന് വരാം. പക്ഷെ ആ സമയങ്ങളിൽ പോലും തൻ്റെ വിശ്വാസം ഒരിക്കലും പാളിപ്പോകാതെ തൻ്റെ ജീവിത പങ്കാളിയെ കൂടി ആ വിശ്വാസത്തിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു വിശ്വാസ പൈതൃകം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അതൊരു മറ്റൊരു കോണ്ടസ്റ്റിലാണെങ്കിൽ കൂടി അവിശ്വാസിയായിട്ടുള്ള ഭർത്താവ് വിശ്വാസിയായിട്ടുള്ള ഭാര്യ വഴി നീതീകരിക്കപ്പെടണം, വിശ്വാസത്തിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ തിരിച്ചു. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് കടമയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു നല്ലൊരു കുടുംബത്തിൻ്റെ ചിത്രം, അതും ഈ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് തന്നെയായിരുന്നു. ഒരു സാക്രമെൻ്റ് ആയിട്ടല്ല വിവാഹം നടന്നത്. എന്നാൽ ഈ മക്കളെല്ലാം ഉണ്ടായതിനു ശേഷം ഈ ജീവിത പങ്കാളി ഭാര്യയുടെ വിശ്വാസം, അത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള നമ്മളും നമ്മുടെ മക്കളും ഈ ഒരു വിശ്വാസം ഒരിക്കലും കളഞ്ഞു പോകാതെ അതിനെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് സർപ്പങ്ങളെ പോലെ വിവേകികൾ. അത് സർപ്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് തലയ്ക്കൊരിക്കലും കേടുവരാതെ നോക്കും. എവിടെ അടി കൊണ്ടാലും തലയ്ക്ക് അടി വരാതെ. അത് കണക്ക് ക്രൈസ്തവ വിശ്വാസികളുടെ ശിരസ് എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് ഭംഗം വരുത്താതെ അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടി തയ്യാറായാലാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കർത്താവിന് വിഷമമൊന്നും വരേണ്ട കാര്യമില്ല, അവന് സന്തോഷവാനായിരിക്കും. തീർച്ചയായിട്ടും സഭ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത എടുക്കുന്നുണ്ട്. ഓൾറെഡി അച്ഛൻ പറഞ്ഞതാണ്, സഭ ഒരു ആനുകൂല്യമായിട്ടാണ് ഇതിനെ അനുവദിക്കുന്നത്, ഡിസ്പാരിറ്റി ഓഫ് കൾട്ടും മിക്സഡ് മാരേജും. അതോടെ സഭ വളരെ ജാഗ്രതാപൂർവം ഈ ബന്ധത്തിൽ ഏർപ്പെടുന്ന ക്രൈസ്തവരായ കത്തോലിക്കരോട് പറയുന്ന 1, 2, 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും മറ്റൊരു വിശ്വാസത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയോട് സഭ ഉദ്ബോധിപ്പിക്കും, വിശ്വാസം ഉപേക്ഷിക്കാൻ പാടില്ല. ക്രൈസ്തവ വിശ്വാസം ജീവിത അവസാനം വരെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് സഭയോട് ഒരു വാഗ്ദാനം നടത്തുന്നുണ്ട്. രണ്ടാമതായി സഭ വീണ്ടും ഓർമ്മിപ്പിക്കും, ദൈവത്തെ
മക്കളെ ഈ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താനുള്ള വലിയൊരു ജാഗ്രത ഈ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, കത്തോലിക്ക വിശ്വാസിയായ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വളരെ തീഷ്ണതയോടുകൂടി സൂക്ഷിക്കണം. മൂന്നാമതായിട്ട് സഭ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കും, അക്രൈസ്തവയായിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു അക്കത്തോലിക്കയായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ, പുരുഷനാണെങ്കിൽ അവരോട് കൃത്യമായും ഈ നിർദ്ദേശങ്ങൾ പങ്കുവെച്ചിരിക്കണം. അതായത് ഞാൻ കത്തോലിക്ക വിശ്വാസം തുടരുമെന്നുള്ളതും, രണ്ടാമതായി ഞാൻ എൻ്റെ മക്കളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തുമെന്നും. ഇതിനെല്ലാം കാരണമുണ്ട്. കാരണം ഈ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സഭയുടെ ആഗ്രഹമാണ്, ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് സഭ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഈ കുദാശയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം ഇന്നും യുവജനങ്ങൾ ചോദിക്കുന്ന ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കാം, ഈ ലോകത്തുള്ള എല്ലാ മക്കളെയും ദൈവം സൃഷ്ടിച്ചതാണ്, എല്ലാം ദൈവമക്കളല്ലേ, അപ്പൊ പിന്നെ നമുക്ക് ആരെയും വിവാഹം ചെയ്താൽ എന്താണ് കുഴപ്പം? പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ദൈവത്തിലേക്ക് തന്നെ തിരിയണം. പക്ഷെ നമ്മുടെ വിശ്വാസം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും സ്നേഹിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത്, വിവാഹം എന്നുള്ളത് ദൈവം തീരുമാനിച്ചതാണ് എങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ആരെന്നുള്ളത് ദൈവം തീരുമാനിച്ചതാ. തോബിത്തിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, വിവാഹം ദൈവം നടത്തുന്നതാ. അനാദി മുതലേ ദൈവം നിനക്ക് മുൻകൂട്ടി കണ്ടിരിക്കുന്ന വ്യക്തിയെയാണ് തോബിയാസ് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ അത് ദൈവത്തിന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്, ആരെ വിവാഹം ചെയ്യണമെന്ന്. നമ്മൾക്കത് ഒരു ജനറലൈസ് ചെയ്യാൻ പാടില്ല, എല്ലാവരും ദൈവമക്കളാണ്, ഞാൻ ആരെ കല്യാണം കഴിച്ചാലും ദൈവം അത് ഇഷ്ടപ്പെടും, ദൈവം അത് സ്വീകരിക്കും. ദൈവമാണ് വിവാഹം എന്ന ആ ഒരു കൂദാശ സ്ഥാപിച്ചതെങ്കിൽ ആ വിവാഹം നടക്കേണ്ടത് ഏത് രീതിയിലാണ്, അതിന്റെ നിയമവശങ്ങളും ദൈവം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് സഭയിലൂടെ നമുക്ക് കിട്ടപ്പെട്ട നിയമങ്ങൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് യുവക്കന്മാര് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആരെയാണോ ദൈവം കാണിച്ചു തരുന്നത് ആ വ്യക്തിയെ നമുക്ക് സ്വീകരിക്കണം. ഇതൊരു കൂദാശയാണ്. കൂദാശയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ദൈവത്തിന് കണ്ണീര് ജസബലിനെ പോലെ കണ്ണീരിന് കാരണക്കാരാവരുത്. ഈ കൂദാശയിലൂടെ ദൈവം തരുന്ന കൃപ എന്താന്ന് വെച്ചാൽ, ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കേണ്ട എല്ലാ കൃപകളും ദൈവം ആ കൂദാശയിലൂടെ ചൊരിയുകയാണ്. അപ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം, നമുക്ക് ആഗ്രഹിക്കാം, എൻ്റെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ ഒരു കൂദാശയിലൂടെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ച് മനോഹരമായ ഒരു കുടുംബ ജീവിതം ഞാൻ നയിക്കും. അതുവഴി ഈ ലോകത്തിന് നല്ലൊരു സുവിശേഷ പ്രഘോഷണം ഞാൻ നടത്തും. ഇങ്ങനെ ഒരു കൂദാശയിലൂടെ സ്വീകരിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു വാഗ്ദാനം കൂടിയാണ്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇന്നും പല മക്കളും ചിലപ്പം അവരുടേതായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും ഒന്ന് ചിന്തിക്കണം, അവരുടെ കൗദാശിക ജീവിതം അവരെ പ്രകാരമാണ് നയിക്കുന്നത്. അത് ദൈവം തന്നൊരു വലിയ അനുഗ്രഹമാണ്. ഈ കൂദാശയിലൂടെ നമ്മൾ ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനാണ്. വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കൂദാശയുടെ ആവശ്യകത മനസ്സിലാക്കുകയും, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ആ ഒരു കൂദാശ സ്വീകരിക്കാനായി ഒരുക്കുകയും, പ്രിയ യുവാക്കളെ ആ കൂദാശ സ്വീകരിച്ച് മനോഹരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്ന് ഞങ്ങൾ ഓരോരുത്തരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.